നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KNM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കയ്പമംഗലത്ത് മണ്ഡലം തല പ്രചരണ സമ്മേളനം നടത്തി. മണ്ഡലകാല മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക്. തൃപ്രയാർ ക്ഷേത്രത്തിൽ അങ്കുലിയാഗം കൂത്ത് ആരംഭിച്ചു. ആക്ട്സിന്റെയും ജനവേദി സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളത്ത് അവയവദാന സമ്മതപത്ര സമർപ്പണം നടത്തി. വാർത്തകൾ വിശദമായി. അടുത്ത മാസം കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കയ്പമംഗലത്ത് പ്രചരണ സമ്മേളനം നടത്തി. അറവുശാല സെന്ററിൽ നടന്ന സമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീൻ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് PK ഉസ്മാൻ ബുസ്താനി അധ്യക്ഷനായി. PS അബ്ദുള്ള മദനി, MK മുഹമ്മദ്, PK അബ്ദുൾ ജബ്ബാർ, PV മുഹമ്മദ്, MM അബ്ദുൾ ലത്തീഫ്, RS സുൽഫീഖർ, KV അബ്ദുൾ മജീദ്, KA നജ്മുദ്ദീൻ, KA കബീർ ബുസ്താനി, ഖലീൽ ഇബ്രാഹിം, അബ്ദുൾ ഷുക്കൂർ സ്വലാഹി ആലപ്പുഴ, മുനീർ സ്വലാഹി കാരക്കുന്ന്, VM അബ്ബാസ് മദനി, MA മുഹമ്മദ് അലി എന്നിവരും പ്രസംഗിച്ചു. മറ്റ് സംഘടനകളിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പുരോഹിതന്മാർ ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ഉള്ള ചില വാചകങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. 4 മദ്ഹബിൽപ്പെടാത്ത ഒരു കാര്യം സഹാബത്ത് പറഞ്ഞാലും ആയത്തിലും ഹദീസിലും വന്നാലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഒരു വിഭാഗം അവതരിപ്പിച്ചിരുന്നത്. ഹിക്മത്ത് മാസിക 83 ഫെബ്രുവരി 29 ഇറങ്ങിയ മാസികയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നോക്കണം, ഖുർആനും ഹദീസിനെയും മുസ്ലിമീങ്ങൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് കണ്ടിരുന്നത്, മുസ്ലിം പുരോഹിതന്മാർ പണ്ഡിതന്മാർ സമൂഹത്തിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത്, അതിൽ നിന്ന് ഈ മാറ്റത്തിലേക്ക് അടിസ്ഥാന പ്രമാണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് സമൂഹം അംഗീകരിക്കുന്ന എല്ലാ വിഭാഗം സംഘടനകളും അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവന്നത് ആരാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് പിൻവലിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സമരം പിൻവലിച്ചത്. അതേസമയം പണിമുടക്കിയ ഓട്ടോ തൊഴിലാളികൾ രാവിലെ മതിലകത്ത് പ്രകടനം നടത്തി. പുതിയകാവ്, മതിലകം, പുന്നക്ക ബസാർ എന്നിവിടങ്ങളിലെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. മതിലകം പള്ളിവളവിൽ നിന്നും ആരംഭിച്ച പ്രകടനം SN പുരം സെന്ററിൽ ചുറ്റി പുന്നക്ക ബസാറിൽ സമാപിച്ചു. റാഫി, ജോഷി, നൌഷാദ്, ഹാരിസ്, ജബ്ബാർ, അലി എന്നിവർ നേതൃത്വം നൽകി. പണിമുടക്കിയ ഓട്ടോ തൊഴിലാളികൾ തൃപ്രയാറിലും പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സെന്റർ ചുറ്റി സ്റ്റാൻഡിൽ തന്നെ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU ജില്ലാ ട്രഷറർ KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കുങ്കൻ അധ്യക്ഷനായി. EV ധർമ്മൻ, VR വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരം പിൻവലിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടോടെ ഓട്ടോകളും ടാക്സികളും ഓടിത്തുടങ്ങിയിട്ടുണ്ട്. പെരിഞ്ഞനം SNGM LP സ്കൂളിൽ ഗണിതോത്സവം 2012 സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം വിനീത മോഹൻദാസ് ഗണിതോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിത വിശ്വനാഥ് അധ്യക്ഷയായി. ഉഷാകുമാരി, പ്രജിത സന്തോഷ്, രേണുകാദേവി, ബിസി ടീച്ചർ, സിബി ടീച്ചർ എന്നിവരും പ്രസംഗിച്ചു. തൃപ്രയാർ ആക്ട്സിന്റെയും തളിക്കുളം ജനവേദി സാംസ്കാരിക സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തളിക്കുളത്ത് അവയവദാന സമ്മതപത്ര സമർപ്പണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യത്ത് വലിയ ഒരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രചരണം നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല പുറത്തെ സംസ്ഥാനങ്ങളെ പോലും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏത് ജാതി മത സംഘടനകൾക്കോ സാധിക്കാത്തത് ഒരു സാധാരണക്കാരനായ ചിലപ്പോൾ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് പ്രസിഡന്റ് TK ഷംസുദ്ദീൻ അധ്യക്ഷനായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ മുഖ്യപ്രഭാഷണം നടത്തി. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ NA മാഹിൻ ക്ലാസ് എടുത്തു. PK ജ്യോതി പ്രകാശ്, ഗിൽസ തിലകൻ, AK സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ അവയവദാന സമ്മതപത്രം സമർപ്പിച്ചു. ഡിസംബർ 10 നടക്കുന്ന തൃപ്രയാർ ഏകാദശിയുടെ ഭാഗമായുള്ള ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഈ മാസം 28 തുടക്കമാവും.
രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന കലാസാംസ്കാരിക പരിപാടികളാണ് ഇത്തവണ ഉണ്ടാകുക. 28-ന് വൈകിട്ട് അഡ്വക്കേറ്റ് ശോഭയും സംഘവും നയിക്കുന്ന ഭക്തിഗാന മഞ്ജരി അരങ്ങേറും. രണ്ടാം ദിവസമായ വ്യാഴാഴ്ച ഇരിങ്ങാലക്കുട ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ കഥകളിയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി, പുല്ലാങ്കുഴൽ, കച്ചേരി, കഥകളി പദ കച്ചേരി, നൃത്ത സംഗീതോത്സവം എന്നിവയും അരങ്ങേറും. 23-ന് വൈകിട്ട് തൃപ്രയാർ ക്ഷേത്രവാദ്യ കലാസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടക്കും. ദശമി ദിനത്തിൽ രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും. വൈകിട്ട് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതിനു ശേഷം ആനച്ചമയ പ്രദർശനവും നടക്കും. ഏകാദശി ദിനമായ ഡിസംബർ 10-ന് രാവിലെ നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിന് പഞ്ചാരിമേളവും അകമ്പടിയേകും. വൈകിട്ട് നടക്കുന്ന കാഴ്ചശീവേലിക്ക് അകമ്പടിയായി പെരുവനം സതീശൻ മാരാർ നയിക്കുന്ന ധ്രുവമേളം അരങ്ങേറും. തൃശൂർ സഹോദയ സംഘടിപ്പിക്കുന്ന CBSE സ്കൂളുകളുടെ ജില്ലാ വോളിബോൾ ടൂർണമെന്റ് ശനിയാഴ്ച കയ്പമംഗലം ഹീറ ഇംഗ്ലീഷ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9:30-ന് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി 20ഓളം ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന ചടങ്ങ് മുൻ ഇന്ത്യൻ താരം EK കിഷോർ ഉദ്ഘാടനം ചെയ്യും. ഇടവേള.